ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വെതറി നല്ല കടകടകടകടകടാന്ന്. അതെ, മാറ്റി കവിതയൊക്കെ നിർത്തി പാചകത്തിലോട്ട് ഇറങ്ങി വാ. പിൽക്കാലത്ത് പ്രയോജനം ചെയ്യും. നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കള ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഒന്നുകിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും അടുക്കള വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള കേട്ടോ. ഇവിടെ കാണുന്ന ഈ കുറച്ച് പച്ച കളറിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വീട്ടിൽ തന്നെയുള്ള ഉള്ളിയും ക്യാരറ്റും ഒക്കെ കുഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ പച്ചല ഉണ്ടായിട്ട് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. അതിനുവേണ്ടി ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ മൺപാത്രങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഏറ്റിപ്പിടിച്ച് കൊണ്ടുവന്നതാണ്, പൊട്ടാതെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് വരുവാണ്. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ മീതെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. പോണ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഓരോ മാഗ്നറ്റ്സ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കണ്ട സ്ഥലങ്ങളൊക്കെ വീണ്ടും ഓർമ്മ വരും. ഇത് ഞങ്ങളുടെ കുഞ്ഞു പൂജാമുറി. ഈ ഗണേശയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയ ഫസ്റ്റ് പെയിൻറ്റിങ്. ഇത് ഞങ്ങളുടെ കീ ഹോൾഡർ. ഇത് പൂരപ്രേമികളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൂരമൊക്കെ മിസ്സാവുമ്പോൾ ഈ ആനപ്പട്ടം നെറ്റിപ്പട്ടം കണ്ടിട്ട് ഇങ്ങനെ വെറുതെ സന്തോഷിക്കും. ഇതൊക്കെ ഓരോ കൂട്ടുകാരും ഓരോ സമയത്ത് തന്ന കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് കേട്ടോ. അതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് പോണ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകും. അതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ്. ഈ ആസ്പെരാഗസും ബ്രോക്കോളിയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് രണ്ട് നാട്ടിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഇവിടെ വന്നിട്ടാണ് ആദ്യമായി കഴിച്ചത്. ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വെറുതെ ചെറു തീയിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ആസ്പെരാഗസ് ഭയങ്കര ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കാം. എനിക്ക് തോന്നുന്നു ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം വെജിറ്റേറിയൻസിന്. ഫിഷിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി തന്നെയാണ്. ബ്രോക്കോളിയോ അതേപോലെ ഒലിവ് ഓയിലും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഫ്രൈ ചെയ്തെടുക്കും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് രണ്ടും എൻ്റെ ഫേവററ്റ് ഐറ്റംസ് ആണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു ആദ്യം. എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, ശ്രുതി ഗാന്ധി എന്ന് പറഞ്ഞാൽ. അവളാണ് എന്നെ ഫോഴ്സ് ചെയ്തത് ആദ്യമായിട്ട് കഴിപ്പിച്ചത്. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഫാനായിപ്പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ. പിന്നെ നമ്മുടെ സാധാരണ ഒരു ചീരത്തോരൻ പാലക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു. അതിങ്ങനെ കേട് വരാൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം ഫുഡൊന്നും സ്റ്റോർ ചെയ്ത് കുറേ ദിവസം വെക്കാൻ പറ്റുന്നില്ല വെജിറ്റബിൾസൊക്കെ. അപ്പോൾ നമ്മൾ പാലക്ക് വാങ്ങിച്ചിരുന്ന പാലക്കിനെ എടുത്തിട്ട് കറി വെക്കുന്നതിന് പകരം നമ്മളുടെ നാടൻ ചീരത്തോരൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഒരു കുഞ്ഞ് ചീരത്തോരൻ, കുറച്ച് ഉള്ളിയൊക്കെ കുത്തി മൂപ്പിച്ച് തേങ്ങയൊക്കെ ഇട്ട് ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടോ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറിന് കഴിക്കാനുള്ള കറി എന്ന് പറയാൻ പറ്റില്ല, തോരൻ. അത് കഴിഞ്ഞപ്പോൾ ചോറിന് പകരം ഞങ്ങൾ ഇന്ന് ചപ്പാത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഇടയ്ക്ക് ചപ്പാത്തി വാങ്ങിക്കുമായിരുന്നു, പരത്തി അങ്ങനെ ഫ്രോസൺ ആക്കി വാങ്ങിച്ച് വീട്ടിൽ ചുട്ടെടുത്ത് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ക്വാറന്റീൻ ടൈം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുവാണ്. ശരിക്കും വീട്ടിൽ ഉണ്ടാക്കി കഴിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ ആ ടേസ്റ്റിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നല്ല സ്വാദുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആസ്പെരാഗസും കുറച്ച് ബ്രോക്കോളിയും ചീരത്തോരനും ചപ്പാത്തിയും പിന്നെ തലേ ദിവസം വെച്ച കുറച്ച് പരിപ്പും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ കൂട്ടി 4 ആളും കൂടെ ഡിന്നർ കഴിച്ചു. അങ്ങനെ ഡിന്നറൊക്കെ ചടപടാന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം മിസ്സായി എന്ന് തോന്നി. എന്തെങ്കിലും ഒന്ന് കുടിക്കണം തോന്നി. അങ്ങനെ ഒരു നല്ല കിടിലൻ കട്ടൻ ചായ ഉണ്ടാക്കി. അങ്ങനെ കട്ടൻ ചായയും കൂട്ടി സൊറ പറഞ്ഞ് ഡിന്നറും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ആൻഡ് ദ ജേർണി ഗോസ് ഓൺ യാത്ര തുടരുന്നു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്താൽ മുടങ്ങാതെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.